നിന്നെ നോക്കി മയക്കിയ പെണ്ണേ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ ആട്ടങ്ങളല്ലേ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ ആട്ടങ്ങളല്ലേ, ഒരു നോട്ടം കൊണ്ട് നിന്നെ നോക്കി മയക്കിയ പെണ്ണേ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ ആട്ടങ്ങളല്ലേ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു. ഇതാരാ? നമ്മുടെ രേണു സുധിയോ? എന്തു പറ്റി? എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു. അച്ചൂടാ, ഇതെല്ലാം എന്റെ സുനിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ആലോചിക്കുമ്പോഴാണ്. അങ്ങെല്ലാം മേളിലിരുന്ന് കാണുന്നുണ്ടല്ലോ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, എല്ലാം എന്റെ സ്വന്തം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോ ഒരു സമാധാനം. സുഹൃത്തുക്കളെ, ലേറ്റസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഞാൻ ലാസ്റ്റ് ആയിട്ട് രേണുവിന്റെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് രേണുവിന് സൗദിയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, സൗദിയിലെ കസ്റ്റമേഴ്സ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടെന്നൊക്കെ രേണു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ആരാണ് ഈ കസ്റ്റമേഴ്സ്, എന്ത് ബിസിനസ്സാണ് രേണു സുധി സൗദിയിൽ തുടങ്ങിയെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കൊള്ളായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ സെലിബ്രിറ്റി അല്ലേ, ഒന്നുമില്ലായ്മയിൽ വളർന്നു വന്ന സെലിബ്രിറ്റികളില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ബിസിനസ് രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർക്കും ഒരു മോട്ടിവേഷൻ ആകും. അതുകൊണ്ട് സൗദിയിൽ എന്ത് ബിസിനസ്സാണ് എന്ന് രേണു ഒന്ന് പറഞ്ഞാൽ കൊള്ളമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, രേണുവിന് സൗദിയിൽ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കല്ലേ കസ്റ്റമേഴ്സ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, രേണുവിന് സൗദിയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, ആ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് ഗിഫ്റ്റ് തന്നു എന്നൊക്കെ രേണു പറയുന്നത് കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഒന്നുമില്ല, ആ ഒരു കസ്റ്റമേഴ്സ് ആരാണെന്നും എന്താണ് ബിസിനസ് എന്ന് അറിഞ്ഞിരുന്നേ കൊള്ളായിരുന്നു. അന്ന് ഒന്നുമില്ല, ഞാനൊന്നും പറയുന്നില്ല. ശാന്തികളെ ദിനേശം വന്നിരുന്നിട്ട് കുറെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ എന്തൊക്കെയോ തെളിവുകളുണ്ട്, എല്ലായിടത്തും അടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കാത്തിരുന്ന് കാണാം. എല്ലാം ഓർക്കുമ്പോൾ എല്ലാം എന്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോൾ മാത്രം ഒരു സന്തോഷം. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. സുധിച്ചേട്ടാ എന്റെ സുധിച്ചേട്ടാ, മറ്റേ സ്പ്രേ ഒക്കെ സൂക്ഷിച്ചു വെച്ച് ഇരിപ്പുണ്ട. ഏത് ലക്ഷ്മി നക്ഷത്രം കൊണ്ട് തന്ന സ്പ്രേ ഒക്കെ അടിക്കുക, ഇടക്കിടക്കടെ എടുത്ത് അടിക്കേ. ബാക്കിയുള്ളവർക്ക് നാറ്റാം, പക്ഷെ രേണുവിനെ ഇടക്കിടക്ക് മണപ്പിക്കാമല്ലോ. എന്റെ സുധിച്ചേട്ടാ, ആശംസകൾ ഏകുന്നു. അപ്പൊ രേണുവിന്റെ പുതിയൊരു ഓഞ്ഞ ആൽബം ഇറങ്ങിയിട്ടുണ്ട്. ആൽബത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കുറവായിട്ട് തോന്നിയത് രണ്ടുപേരെയാണ്, ദാസേട്ടൻ കോഴിക്കോട്ടിനെ, രേണു സുധി. അഭിനയിക്ക് അറിഞ്ഞുകൂടാത്തവരെ കളിയാക്കല്ലേ എന്നൊന്നും പറയില്ല കേട്ടാ, ഞാൻ കളിയാക്കി. ഇടക്കിടക്കൊക്കെ ഓരോ കോമഡികളാവാം, അല്ലാണ്ട് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് സീരിയസ് ആയിട്ട് കാണുന്നത് എന്തിന്? ഇതുപോലത്തെ കോമഡി പീസുകൾ ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി, അല്ലാണ്ട് പിന്നെ എന്താ. എന്തായാലും ഞാൻ മാത്രമല്ല കേട്ടാ പറയുന്നത് രേണുവിന് അഭിനയിക്കാൻ അറിയില്ലെന്ന്. രേണുവിനെ പറ്റിയിട്ട് വേറെ ആൾക്കാർ പറയുന്നുണ്ട്, പറയുന്നവരിലോട്ടും വരാം. പക്ഷെ അങ്ങനെ നമ്മൾ രേണുവിനെ തളർത്താൻ പാടില്ല. രേണു അഭിനയിച്ച് നയൻതാരയേക്കാൾ ലേഡി സൂപ്പർ സ്റ്റാറായി മാറുമെന്നാണ് രേണു തന്നെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ലേഡി സൂപ്പർ സ്റ്റാറായി മാറട്ടെ എത്രയും പെട്ടെന്ന്. എല്ലാവിധ ആശംസകളും രേണുവിന് നേരുന്നുണ്ട്. എന്തായാലും എസ്മ എന്ന് പറയുമ്പോൾ ഒരു തുണ്ട് സീരീസ് ആണ്. അതിനവരെ തോൽപ്പിച്ചുകൊണ്ട് ദാസേട്ടനുമായിട്ട് ഒരു ഇന്റിമേറ്റ് സീന് നമ്മുടെ രേണു സുനി അങ്ങോട്ട് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. ആ സീനാണ് നിങ്ങൾ ഈ കാണുന്ന സീൻ. ഈ സീന് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇതിന്റെ അപ്പുറം ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മിക്കവാറും എസ്മയിൽ പോയി നിൽക്കും. രശ്മ മാറി ഇപ്പൊ സിഗ്മ എന്തോ ആയിട്ടുണ്ട്, നമ്മുടെ രശ്മി ദീപ്തയുടെ അവിടെ മിക്കവാറും പോയി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അമ്മാതിരി ഇന്റിമേറ്റ് സീനല്ലേ എടുക്കുന്നത്. ദൈവത്തിനറിയാൻ എന്തൊക്കെ കാണാൻ കിടക്കുന്നു, എന്തൊക്കെ കലാപരിപാടികൾ കാണുമെന്ന്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുമ്പോൾ മാത്രം ഒരു സന്തോഷം, ഒരു സമാധാനം. എന്തായാലും യാവനെ അടിച്ച് പല്ല് തെറിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോമഡി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും രേണുവിന് പല്ല് പ്രശ്നമെന്ന് രേണു കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങ് മലത്തിക്കളഞ്ഞെന്ന്. നമുക്ക് നോക്കാം എന്താണ് പല്ലിൽ കുരുവെന്ന്. നമസ്കാരം. അപ്പം ഞാൻ നവോ കെയറിലാണ്. ഇന്ന് എൻ്റെ ടീത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമതായിട്ട് നമ്മുടെ പല്ല് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അലൈനർ ട്രീറ്റ്മെൻറ്റും, അതുപോലെ പല്ല് മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് ഇംപ്ലാന്റും ചെയ്യുന്നുണ്ട്. അതെ, പല്ലില് രണ്ട് അടിയുടെ കുറവുണ്ട്, രണ്ട് പല്ല് തെറുക്കി മിക്കവാറും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അതുകൊണ്ട് എന്തായാലും രേണു വെയിറ്റ് ആൻഡ് വാച്ച്. മിക്കവാറും നാട്ടുകാരെ എടുത്തിട്ട് പഞ്ഞിക്കിടും. എല്ലാം സുനിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കണ്ട അവരാഹിത്തനങ്ങളും കാണിച്ച് ഇപ്പൊ സുനിച്ചേട്ടന് വേണ്ടിയിട്ടായി. ഇപ്പോഴും കുറെ പേര് പറയും, എന്തേടെ സിനിമയിൽ ഇതുപോലത്തെ ഇന്റിമേറ്റ് സീനുകൾ കണ്ടു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഒന്നും പറയാനില്ലല്ലോ. നമ്മുടെ കൊച്ചു രേണു സുധി വന്നിട്ട് ഇമാതിരി അപരാധം കാണിക്കുമ്പോൾ നീയൊക്കെ എന്താടാ ഇങ്ങനെ കിടന്ന് പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല, അവരെ അഭിനയിക്കട്ടെ, അവരുടെ ഇഷ്ടമല്ലേ, അവരെന്താന്ന് വെച്ചാൽ അഭിനയിക്കട്ടെ. പക്ഷെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. പാവം സുധിച്ചേട്ടൻ ഇതെല്ലാം കാണാനായിട്ട് തന്റെ ഭാര്യ ഇത്രയും പോപ്പുലർ ആയതെല്ലാം കാണാൻ പറ്റാതെ പോയ ഒരാളായി പോയുള്ളത് ആലോചിക്കുമ്പോൾ മാത്രമേ സങ്കടമുള്ളൂ. തങ്കച്ചേട്ടാ ഇപ്പൊ ഹാപ്പി അല്ലേ? മോള് വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്റിമേറ്റ് സീനൊക്കെ അഭിനയിച്ചു തുടങ്ങിയിരിക്കുകയാണ് മോളിനി എസ്മയിലൊക്കെ പോയി നിൽക്കും. എന്നാലും തങ്കച്ചേട്ടാ ഹാപ്പി അല്ലേ?
അത് മതി. നമുക്ക് തങ്ങൻ ചേട്ടന്റെ സന്തോഷം മാത്രം അറിഞ്ഞാൽ തങ്ങൻ ചേട്ടൻ ഹാപ്പിയാണോ, നമ്മൾ നാട്ടുകാർ ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പൊ ഹാപ്പി അല്ലേ? എന്തായാലും നമുക്ക് അടുത്ത് നേരെ കിടക്കാം. എങ്ങോട്ടാണ് കിടക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിപ്ലവമായിട്ടുണ്ട് ദാസേട്ടനുമായിട്ടുള്ള ഇന്റിമേറ്റ് സീൻ. നമുക്ക് എന്തായാലും B4 ബ്ലേസിൽ വന്നിട്ടുള്ള ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണു സുധിയുടെ ഇന്റിമേറ്റ് സീനുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് രേണു ഇത്രയും ഇന്റിമേറ്റ് ആയ ഒരു സീനിൽ അഭിനയിക്കുന്നത്. മന്ദാരച്ചേല എന്ന ആൽബത്തിലെ ദൃശ്യങ്ങളാണ് റിലീസിന് മുൻപേ പുറത്തുവിട്ടിരിക്കുന്നത്. രേണുവിന്റെ പ്രൊഫഷന്റെ ഭാഗമാണിതെന്നും അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നും അനുകൂലിക്കുന്നവർ പറയുന്നു. സിനിമയിൽ തുണിയുടിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. രേണു ചെയ്താൽ മരിച്ചവരെ വരെ കുറ്റം പറയുവാൻ കുറെ ജന്മം. ഇത് രേണു ചേച്ചി തന്നെ പോസ്റ്റ് ചെയ്തത് എന്തായാലും നന്നായി. മലയാള സിനിമയിലെ ഒട്ടുമിക്ക നായികമാരും ഇതിലും വലിയ റൊമാൻറ്റിക് സീൻസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. രേണുവിന് മാത്രം എന്തിന് ഇത്ര ഹേറ്റ്? ഇതിലും വലുതൊക്കെയുള്ള സിനിമകൾ വരെ കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി കാണുന്ന മലയാളികൾ ഇതിനൊക്കെ നെഗറ്റീവ്സ് പറയുന്നത് ഇവിടുത്തെ മുൻകിട നായകമാർ ലിപ്ലോക്ക് സീനുകൾ വരെ ചെയ്യുന്നു എന്നതൊന്നും കാണുന്നില്ലേ എന്നുമാണ് ചിലർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ സിനിമയിലെ നായികമാരാണെങ്കിൽ രേണു സുധി ആണെങ്കിൽ രേണു കലകി ഇനിയും അഭിനയിക്കണം, സിഗ്മയിൽ പോയി നിൽക്കണം, ആ ലെവലിൽ അഭിനയിക്കണം. മിക്കവാറും ലക്ഷ്മി ദീപ്തി ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ ഒരു ചാൻസ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അഭിനയിച്ച് തകർക്കുക. ഈ ആൽബത്തിൽ അഭിനയിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഇമാതിരി സീനുകൾ അഭിനയിക്കുന്നുണ്ട്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട് സ്മരിച്ചുകൊണ്ട്, വീണ്ടും സുധിച്ചേട്ടനെ സ്മരിച്ചുകൊണ്ട്, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട് രേണുവിന്റെ നല്ല ഒന്നാം തരം അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് പോട്ട്. ഇനി നമുക്ക് മറ്റേ ക്ലിപ്പ് ഒന്ന് കേട്ടോക്കെ. ഏത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചതിന് ഒന്നുകൂടി നിങ്ങൾക്ക് കേട്ടോക്കെ. വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഫുള്ള് എവിടെ അങ്ങ് സൗദിയിലെ കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് ഇത് തന്നത്, ഏത് ഗിഫ്റ്റ് തന്നതെന്ന് പറയുന്ന ഒരു സാധനം കേട്ടു നോക്കാം. ബിസി ലൈഫ് കുറച്ച് കിലോ ഏതാണ്ടൊക്കെ കിട്ടി. ഒരു ഫോൺ കിട്ടി. നമ്മൾ എന്താണെന്നൊന്നും ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു സൗദി കസ്റ്റമർ കൊണ്ട് തന്നത്, ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. ആൾക്ക് എന്തായാലും കിട്ടുന്ന ഗിഫ്റ്റ് കിട്ടുന്നതല്ലേ. ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഫോണാണ്. എനിക്ക് അറിയില്ല ഐഫോൺ അല്ലല്ല ഇവിടുന്ന് മേടിച്ചോളൂ. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ഊഹിച്ചു പോയിപ്പിച്ചു. സൗദിയിലെ കസ്റ്റമേഴ്സ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്ത് ബിസിനസ് ആണെന്ന് ഇതുവരെ പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു കോടികളുടെ ബിസിനസ് ആയിരിക്കും. ആരെയും അറിയിക്കാണ്ട് രഹസ്യമായിട്ട് രേണു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ബിസിനസ് ആണെന്ന് തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. പിന്നെ ചിലവരൊക്കെ ഇപ്പോഴും പറയും അതിലെ ഇവക്ക് എന്തിനാടാ റീച്ച് കൊടുക്കുന്നത്. ഞാൻ റീച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. രേണു സുധിയല്ലേ, ഓൾറെഡി റീച്ചിലല്ലേ. നമ്മൾ എന്തിനാണ് ഇനി റീച്ച് വാരി കോടി കൊടുക്കേണ്ടത്? രേണു സുധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റീച്ചിലാണ്. എന്തായാലും ഈ ഒരു സാധനം എനിക്ക് അയച്ചു തന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-50 ആൾക്കാർക്ക് പുറത്ത് എനിക്ക് ഈ ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ടായി. അതിൽ നീ ഒന്ന് റിയാക്ട് ചെയ്യടാ, കാണാനുള്ള ഒരു കൊതി കൊണ്ടിട്ടാണെന്ന്. എന്റെ റിയാക്ഷൻ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല, എല്ലാം നമ്മുടെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ആൽബം റിയാക്ഷനിലോട്ട് പോവാം. ആൽബത്തിന്റെ ആദ്യത്തെ വാഴപ്പിണ്ടിയിലെന്ന് തന്നെ തുടങ്ങാം. വയലിലെന്ന് തന്നെ തുടങ്ങാം. നിനക്ക് വിളയിലെ സ്ഥലമുള്ളൂ, നാട്ടുകാരൊക്കെ പോണണ്ടില്ലേ, വിളയിലേ പറ്റുന്നുള്ളല്ലേ. എടാ പോടാ, വല്ല ചായ്പിന്റെ അകത്തും കയറിയിടാ. ദാസേട്ടൻ കോഴിക്കോടിനെ കൊണ്ട് തോറ്റ്. വിളയില് തന്നെ പരിപാടി മൊത്തം കുളിസിതം. പോട്ടെ, ഇനി അടുത്ത് എന്തൊക്കെ കാണാൻ കിടക്കുക. പൊട്ട് നെക്സ്റ്റ് പോരട്ടെ. രേണുവിന്റെ നടത്തും ദാസേട്ടന്റെ വെട്ട് മീൻസ് മൺവെട്ടി, മറ്റേ പിക്കാസ് വെച്ചിട്ടുള്ള പിക്കാസല്ല മൺവെട്ടി വെച്ചിട്ടുള്ള വെട്ട് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ. എന്തായാലും രേണു ഈ ഒരു ആൽബത്തിലെ കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുപ്പി കാണിച്ചു തരാം. കേട്ടല്ലോ. നീ ചെമ്പരത്തൂവിന്റെ ചേല
കാന്താരിയാടി നമ്മുടെ രേണുസുതി. ആ ദേഷ്യ ഭാവം കണ്ട അഭിനയിക്കാറേ കണ്ട അഭിനയിക്കും ഇല്ലെന്നൊന്നും പറയുന്നില്ല. അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്, ഒരു മാറ്റമില്ല അതിൽ. അത് പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി ഡാൻസ് കാണാം. ഡാൻസ് അല്ല, പാട്ട്. അത് അല്ല, എന്തായാലും ദാസേട്ടൻ അടിക്കണ്ടായിരുന്നു രേണു. അത് മോശമായിപ്പോയി. ഒന്നുമില്ലെങ്കിൽ അങ്ങേര് ഇന്റിമേറ്റ് സീനിലൊക്കെ അഭിനയിക്കാൻ കിടന്നതല്ലേ, ഇങ്ങനെ അടിക്കണ്ടായിരുന്നു. അത് മോശമായിപ്പോയി, വളരെയധികം മോശമായിപ്പോയി. വേണ്ടായിരുന്നു, അത്രയ്ക്ക് വേണ്ടായിരുന്നു. കൊണ്ടെന്നെ നോക്കി മയക്കിയ പെണ്ണേ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ സീനാണ് കേട്ടോ. ആൽബത്തിലൊക്കെ കലക്ക തന്നെ. ഇനി ആരാ രേണു? ആരാ? ദാസേട്ടാ പോരട്ടെ, നിങ്ങളൊരു കലാകാരൻ തന്നെ കേട്ടാ. മതി, ഇത്തരം കണ്ടപ്പോ തന്നെ എനിക്ക് വയറ് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആൽബം പൊടി പൊടിക്കുകയാണ് ദാസേട്ടനും PS രേണുസുതി. അല്ലെ ബാക്കി കൂടി കാണാല്ലേ? നിങ്ങളെന്തിനും ഞാൻ ബോറടിപ്പിക്കുന്നു? ഒന്നുകൂടി കണ്ടേക്കുക. ഞാൻ മാത്രം ബോറടിച്ച പോരാ, നിങ്ങളും ബോറടിക്കണം. എന്തായാലും ആൽബം കലക്കിയേട്ടാ, നന്നായിരിക്കുന്നു. അപ്പോൾ ഇന്റിമേറ്റ് സീനിലോട്ട് ഞാൻ പോകുന്നില്ല. അത് ആദ്യം കാണിച്ചില്ല, നിങ്ങൾ വീണ്ടും കണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ കുളിര് കാണാൻ പറ്റിയ നാനം. അത് വിട് പൊട്ട്. ഇനി ഞാനൊരു കമന്റ് വായിച്ചു തരാം. അഭിപ്രായം പറഞ്ഞോട്ടെ. ഈ രേണുസുതിയുടെ മിക്ക വീഡിയോസിലും ക്ലൈമാക്സ് ഇങ്ങനെ എല്ലാം തന്നെ മുൻപ് പ്രതീക്ഷിച്ച് വച്ചുള്ളത് ഇങ്ങനെ തന്നെ. ഒന്നുകിൽ വേറെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അസു കുട്ടിയും കാണും. സ്റ്റോറി മാറ്റി പിടിക്കൂ. ഹസ്ബൻഡ് കിടന്ന കിടപ്പ്, വൈഫ് മൂടി സ്ട്രൈറ്റ് ചെയ്ത് കളർ ചെയ്തു, ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കുന്നു. ഇതൊക്കെ ഒരു ലോജിക്ക് ഇല്ല. അതുകൊണ്ട് നാടൻ പെണ്ണുകുട്ടികളെ സെലക്ട് ചെയ്യണം ഇങ്ങനെ തീം എടുക്കുമ്പോൾ. അതുപോലെ ഇവർ ഏത് സമയവും മുടിയിൽ പിടിച്ചാണ് നടക്കുന്നത്. അതൊക്കെ ഒരു നെഗറ്റീവാണ്. തുടക്കം മുതൽ ഇങ്ങനെയാണ്. അതിനവർ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടും അവർ ഇതുവരെ ആക്ടിങ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഡേയ്, എന്തിനാടാ രേണുസുതിയെ കുറ്റം പറയണം? അഭിനയിക്കാൻ അറിയില്ലെന്ന്. ഡേയ്, അങ്ങനെ പറയില്ലേ? ഭയങ്കര കലാകാരിയല്ലേ നയൻതാര കോൾ. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇതിൽ നോക്ക്, ഏത് സമയവും പാവാടയിൽ പിടിച്ച് നടക്കുന്നത് എന്തിനാ? അതാണ് പറഞ്ഞ ആക്ടിങ് എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അറിയുന്ന പണിക്ക് പോകണം. കുറ്റം പറഞ്ഞല്ല, അവരെ കൊണ്ട് പറ്റില്ല ഈ ജോലി. ദാസേട്ടൻ ബട്ട് കുഴപ്പമില്ല, ഒരുവിധം ചെയ്തു. വേറെ ഒരു നാടൻ ലുക്കുള്ള പെണ്ണായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു. പിന്നെ രേണുസുതി ആയതുകൊണ്ട് റീച്ച് കിട്ടുമെന്ന് മാത്രം. നെക്സ്റ്റ് ടൈം ചൂസ് ബെറ്റർ ആക്ട്രസ്. പിന്നെ സോങ് അടിപൊളി. ഞാനൊരു കാര്യം പറയാം, രേവതി നായരെ ചുമ്മാ അങ്ങനെ പറയരുത്. രേണുസുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. രേണുസുതിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതി നായർ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. വേറെ ലെവലാണ് രേണുസുതി. നിങ്ങളിങ്ങനെ ചുമ്മാ അവരെ കുറ്റം പറയാൻ നിൽക്കരുത്. ഇന്റിമേറ്റ് സീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്നാ ഉള്ളിന്ന് വരവായി നീ ആയിഷ മുത്തുച്ചിപ്പി ഫയറ് പോലെ കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. അപ്പൊ രേണുസുതിയും പുതിയ ആൽബവുമാണ് ഇന്നത്തെ വിഷയം. ഞാന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകാന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കും എന്ത് വേണം, നിനക്ക് വേറെ കണ്ടന്റ് ഇല്ലായിരുന്നു? ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കണ്ടന്റ് ചെയ്യണം. നിങ്ങൾ കാണണം. ഞാൻ എന്ത് പറയാനാ, നിങ്ങളൊക്കെ
ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നത്. നമ്മളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളും ഇങ്ങനെ പോകുന്നത്. നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ്, നമുക്കൊരു എന്റർടൈൻമെന്റ്. ഇപ്പൊ സമാധാനമില്ലേ? കുറെ പേര് പറയാറുണ്ട് അതിലെ വേണ്ടടാ മതിയിടാൻ. പക്ഷെ കുറെ അധികം പേര് പറയാറുണ്ട് ചെയ്യടാ അതിലെ മോട്ടിവേഷൻ. നിങ്ങളല്ലേ എന്റെ പ്രചോദനം. ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇടയ്ക്ക് ഡാനിസത്തിൽ നിന്ന് ആരെ വന്നിട്ട് എനിക്കിട്ട് കൊട്ടി, അവനെ ഇടിക്കും ഞാൻ, കിട്ടും അവനെ കയ്യില്. അത് വിട്ട് പോട്ടെ. അപ്പൊ രേണുസുധിയുടെ പുതിയ ആൽബമാണ്. ആരും പോയി കാണരുത്. കാണുന്നവരൊക്കെ കണ്ടോളൂ, കാണാത്തവരൊക്കെ കാണണ്ട, നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും അഭിനയിക്കാൻ അറിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താടാ നിനക്ക് അസൂയ എന്നല്ലേ ചോദിക്കുന്നത്? എനിക്കെന്തിനും അസൂയ? ഇതിനെയൊക്കെ കണ്ടിട്ട് അസൂയപ്പെടാൻ മാത്രം ഗതികേടാഹേ എനിക്ക്. അതിന്റെ ആവശ്യമില്ല. പക്ഷെ എനിക്കിപ്പോഴും അറിയേണ്ടത് രേണുസുധിയുടെ അങ്ങ് സൗദിയിലെ കസ്റ്റമർ ആര്, അതുപോലെ ബിസിനസ് സംരംഭകരൻ ആര്, ഇതൊക്കെയാണ് എനിക്ക് അറിയാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. ഇനി വേറെ എന്തോ നല്ല അമുട്ട് സാധനം നമ്മളെ ശാന്തിവള ദിനേശം പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നത്, എന്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റം ആണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കേറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ കൂടില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്ര കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേര് എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. പുതിയൊരു വീഡിയോ. ബൈ.